ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയ എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ തലയിലെ മുറിവ് കണ്ടുകൊണ്ട് തന്നെ ശ്രീകാന്തും വർഷയും കാര്യം തിരക്കുന്ന നേരത്ത് പഴത്തുലയിൽ തെന്നി വീണതാണെന്ന് സച്ചി കള്ളം പറയണം. ആ ഒരു സമയത്ത് രവി അവിടെ ഉണ്ടാവും. രവി ചോദിക്കുന്നുണ്ട്, പഴത്തുലയിൽ തെന്നി വീണു, നീ എന്നോട് പറഞ്ഞ് വണ്ടിയിൽ നിന്ന് വീണു എന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതേ വെച്ചാൽ രേവതി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് പഴത്തുലയിൽ തെന്നി വീഴുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയും കൂടെ കൂടിയിട്ട് ഒരു കണക്കിന് നോണ പറഞ്ഞ് ഒപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്രയുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ രവി പറയുന്നുണ്ട്, ഇനി നാടകം തുടങ്ങിയൊക്കെ ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. രേവതിനോടായിട്ട് വർഷ പറയുന്നുണ്ട്, നിങ്ങളുടെ അഭിനയമാണിതല്ല, അതിനെ നിങ്ങൾക്ക് ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് വെറുതെ തലയിൽ കെട്ടി വന്നിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നീ പറഞ്ഞ നേരാണ് വർഷ, ഇവക്കടെ അഭിനയമാണിതെല്ലാം, ഇപ്പോഴും നിനക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രേവതി ഇത് നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതാണ് അമ്മ, അല്ലാതെ നിന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നല്ലേ, വലിയൊരു നടിയാണ് നമ്മുടെ അമ്മ, അതുകൊണ്ട് തന്നെ നല്ലൊരു നടിയെ തിരിച്ചറിയാൻ അമ്മയ്ക്കും സാധിക്കുമെന്നൊക്കെ ഇങ്ങനെ സച്ചി ചന്ദ്രയെ കളിയാക്കുന്ന രീതിക്ക് സംസാരിക്കുകയുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതി കയ്യിൽ പ്രസാദമൊക്കെ പിടിച്ചുകൊണ്ടാണ് വരുന്നത്. ആ ഒരു സമയത്ത് ചന്ദ്ര ചോദിക്കുന്നത്, നീ എവിടെ പോയതാ ശ്രുതി എന്ന് ചോദിക്കുന്ന നേരത്തെ താനൊരു സന്യാസിയെ കാണാൻ പോയതാണെന്നും ഈ കുടുംബത്തിലുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നൊക്കെ ശ്രുതി പറയുകയാണ്. ആ കൂടി തന്നെ പറയുന്നത്, ആൻറ്റിക്ക് ഇപ്പം നല്ല സമയമാണ്, പക്ഷേ ആ സന്യാസി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി എന്നൊക്കെ ശ്രുതി പറയുമ്പോഴത്തേക്കും ചേച്ചി ഇപ്പം ഈ ഒരു നൂറ്റാണ്ടിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് വർഷ ചോദിക്കുന്നുണ്ട്. വർഷ, ജ്ഞാനിയായ സന്യാസിമാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന് കയറിയപ്പോൾ രേവതിക്ക് കഷ്ടകാലമാണെന്ന് ആ ഒരു സന്യാസി പറഞ്ഞിരുന്നത്. അതേ രീതിയിൽ തന്നെ ഇപ്പോൾ രേവതിയുടെ തലയിൽ കെട്ട് കണ്ടില്ലേ എന്നൊക്കെ ശ്രുതി പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട്, അതെങ്ങനെ രേവതിയെ ഒന്ന് കാണുക പോലും ചെയ്ത് രേവതി കഷ്ടകാലമാണെന്ന് ആ സന്യാസിക്ക് മനസ്സിലായി. ഓ, ചിലപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി കാണും, നിന്നെപ്പോലെ ഒരു മരുമോളുള്ള ഈ ഒരു കുടുംബത്തിൽ മറ്റൊരു മരുമോൾക്ക് കഷ്ടകാലമായിരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും സന്യാസി അങ്ങനെ പറഞ്ഞത് എന്ന് ശ്രുതിനെ കളിയാക്കുന്ന രീതിക്ക് നമ്മുടെ സച്ചി പറയുമ്പോഴത്തേക്ക് നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല, പറയുന്നുണ്ട് അനുഭവത്തിൽ വരുമ്പോഴേ നിനക്ക് മനസ്സിലാവുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പോകാനിരിക്കുന്ന നേരത്ത് പാർലറെടുത്ത് എന്തോ മനസ്സിൽ വെച്ചിട്ടാണല്ലോ പറയുന്നത് എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. എന്നൊരു അക്ഷരം പോലും മിണ്ടാതെ തന്നെ ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ മനസ്സിലിപ്പോൾ എന്താണെന്ന് എനിക്കറിയാം സച്ചി, നിന്നെ കൊടുക്കാനുള്ള വലിയ സൂത്രം നിന്റെ ഫോണിൽ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം, അത് ഞാൻ തീർച്ചയായും കണ്ടെത്തും എന്നൊരു മൈൻഡോട് കൂടി തന്നെയാണ് ശ്രുതി നിൽക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് പാതിരാത്രി ആവുന്ന സമയത്ത് നമ്മുടെ ശ്രീകാന്തിൻ്റെ പുതിയ MD പ്രിയ ഫോണിലേക്ക് വിളിക്കുകയാണ്. ആ ഒരു സമയത്ത് വർഷ പറയുന്നുണ്ട്, എന്തിനാ ശ്രീകാന്ത് ഈ ഒരു സമയത്ത് അലാറം വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അലാറമല്ല, കോള് വന്നതാണെന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വർഷ പറയുകയാണെന്നാൽ, നിനക്ക് കോള് വന്നെങ്കിൽ നീ ഫോൺ എടുത്ത് പുറത്തേക്ക് പോകും ശ്രീകാന്ത്, ബാക്കിയുള്ളവൻ്റെ ഉറക്കം കളയാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വർഷ വീണ്ടും കിടക്കാണ്ട്. പക്ഷേ ശ്രീകാന്ത് അവിടെ നിന്ന് സംസാരിക്കുന്ന കേൾക്കുമ്പോഴത്തേ വർഷയ്ക്ക് ദേഷ്യം അടക്കാനാകാതെ ശ്രീകാന്തിനെ തലയണയ്ക്ക് തല്ലി പുറത്തിറക്കി വിടുകയാണ്. അപ്പോൾ ഇതിന് മുന്നേ തന്നെ നമ്മുടെ ശ്രുതി പറഞ്ഞത് കേട്ടുകൊണ്ട് തന്നെ രേവതി ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ്. തനിക്ക് കഷ്ടകാലമാണല്ലോ എന്ന് കുറച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് സച്ചി ഉണ്ട് രേവതിനെ സമാധാനിപ്പിച്ചെത്തുന്നത്. അങ്ങനെ ഇരുവരും കടന്നുറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ഫോൺ എടുക്കാനായിട്ട് നമ്മുടെ ശ്രുതി പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ആ ഒരു സമയം തന്നെയാണ് ശ്രീകാന്തും കോള് വിളിച്ച് വരുന്നത്. അപ്പോൾ ശ്രീകാന്തിനെ കാണുമ്പോൾ തന്നെ ശ്രുതി ഒരു ഫ്രിഡ്ജിൻ്റെ സൈഡിലേക്കായിട്ട് നീങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഹാളിലേക്ക് വന്നിട്ട് ശ്രീകാന്ത് ഉറക്കെ സംസാരിക്കണം കേൾക്കുമ്പോൾ സച്ചി കഴിഞ്ഞിട്ട് പറഞ്ഞ്, പാതിരാത്രിക്ക് കണ്ട കടുക് പൊട്ടിക്കാൻ നിൽക്കുന്നത്, നിനക്ക് വല്ലതും പറയണം, നീ ആ പുറത്തേക്ക് വല്ലതും പോകാൻ പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ വഴക്ക് പറയാണ്. ശ്രീകാന്ത് സോറിയും പറഞ്ഞിട്ട് മേളിലേക്ക് കയറിപ്പോകുന്ന അതേ സമയം തന്നെയാണ് ശ്രുതി താഴത്തേക്ക് ഇറങ്ങി വരുന്നത്. ശ്രുതി വന്നിട്ട് ശ്രുതിനോടായിട്ട് ചോദിക്കുന്നത്, നീ എന്താ ശ്രുതി ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്ന നേരത്താണ് ശ്രുതിക്ക് ആകെ കഷ്ടകാലമാണെന്ന് മനസ്സിലാകുന്നത്. കാരണം സച്ചി തന്നെ കണ്ടുപിടിച്ചു എന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലാവുന്നത്. വേഗം തന്നെ ശ്രുതി നിൽക്കുന്നിടത്തേക്കായിട്ട് സച്ചി ഒളിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട്, അതല്ല ശ്രുതി, ഞാൻ കുറച്ച് വെള്ളം എടുക്കാനായിട്ട് വന്നതാണെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര മനപ്പൊരുത്തമാണ് ശ്രുതി, ഞാൻ വെള്ളം എടുക്കാനായിട്ട് വന്നതാണ്, എന്തായാലും നീ വെള്ളം എടുത്തുകൊണ്ട് വായെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിനെ പറഞ്ഞയക്കുന്ന നേരത്ത് സച്ചി പറയുന്നുണ്ട്, എന്തൊക്കെയോ കള്ളത്തരങ്ങൾ മണക്കുന്നുണ്ടല്ലോ പാർലർ എടുത്തിന്ന് പറയുമ്പോഴത്തേക്കും നിനക്ക് അങ്ങനെയൊക്കെ തോന്നും എന്ന് ശ്രുതി പറയുന്നുണ്ട്. അവൻ പറയുന്നു, മൈൻഡ് ചെയ്യണം നീ വായെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിനെ കൂട്ടിക്കൊണ്ട് ശ്രുതി പോവുകയാണ്. എന്നാൽ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ശ്രുതി അങ്ങോട്ടേക്ക് വന്നതെന്നുള്ള സംശയം നമ്മുടെ സച്ചിക്കുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കാൻ പിറ്റേ നേരം പറയുന്ന സമയം തന്നെ നമ്മുടെ രേവതി അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് സുഖമില്ലാത്തല്ലേ രേവതി, നീ എന്തിനാ രാവിലെ എഴുന്നേറ്റ് ഈ പണിയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, എന്തായാലും ഈ പണികളെല്ലാം ചെയ്ത് തീർത്തല്ലേ മതിയാവും, എല്ലാവർക്കും കൃത്യസമയത്ത് ചായയും കുടിക്കണം, ഞാനിതിനെ പൂ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് പൂക്കൾ കൊണ്ട് പോവുകയും ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക്, ഇന്ന് പൂക്കളും കൊണ്ട് പോകാൻ നീ എന്തേ പറയുന്നതെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അതേ സച്ചിയായിട്ട് നമ്മുടെ ആഗ്രഹം കൊണ്ട് അത് നടക്കണമെന്നാണെങ്കിൽ സമ്പാദിച്ചാൽ മാത്രമേ നമ്മുടെ വലിയൊരു സ്വപ്നം നടക്കുകയുള്ളൂ എന്ന് രേവതി പറയുമ്പോഴത്തേക്ക്, എന്നാൽ ഇനി പൂവ് കെട്ടണ്ടേ എന്ന് സച്ചി ചോദിക്കുകയാണ്. ഇനി പൂവൊന്നും കിട്ടുമെന്നാണ്, പൂക്കൾ ഞാൻ വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് കെട്ടിയെന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. 4 മണിക്ക് വന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ എന്ന് സച്ചി ചോദിക്കുന്ന നേരത്ത് സച്ചിയേട്ടനെ എങ്ങനെ കാണാൻ, എന്തായാലും ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് പൂക്കൾ കെട്ടി, ഇനി എന്തായാലും പൂക്കൾ കൊണ്ടേ കൊടുത്താൽ മതി എന്നൊക്കെ രേവതി പറയുകയാണ്. പെട്ടെന്ന് സച്ചി പറയുന്നത്, കാര്യം ചെയ്യുന്നത് ഞാൻ നിൻ്റെ കൂടെ വണ്ടിക്ക് വരാം, നിന്നെ അങ്ങോട്ട് പൂക്കൾ വിൽക്കാനായിട്ട് നിന്നെയും കൂട്ടിക്കൊണ്ട് ഞാനാ പോകുന്നതെന്ന് സച്ചി പറയുന്ന നേരത്ത് അപ്പോൾ സച്ചിയേട്ടൻ
ഓട്ടം പോകണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് സാരമില്ല, ഇന്നിപ്പോൾ നിന്നെ കൊണ്ട് ഞാൻ പോകാമെന്ന് രേവതി പറയുമ്പോൾ അപ്പോൾ സച്ചിയേൻ്റെ ഓട്ടത്തിലുള്ള പൈസ നമുക്ക് നഷ്ടമല്ലേ എന്ന് രേവതി തിരിച്ച് മറുപടിയായിട്ട് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് സച്ചി പറയുകയാണ്, അത് കുഴപ്പമില്ല, ഓട്ടത്തിനുള്ള പൈസ നിന്നെ കൊണ്ട് വണ്ടി കൊണ്ട് പോകുന്നതിൻ്റെ ആ ഓട്ടത്തിനുള്ള പൈസ നീ എനിക്ക് തന്നാൽ മതി, കാറിൻ്റെ ഓട്ടമൊന്നും വേണ്ട, സ്കൂട്ടറിൻ്റെ ആയതുകൊണ്ട് കുറച്ച് പൈസ എനിക്ക് തന്നാൽ മതി എന്ന് രേവതിയോടായിട്ട് സച്ചി പറയുമ്പോഴത്തേക്കും ഉവ്വ എൻ്റെ നിന്ന് കിട്ടിയത് തന്നെയെന്ന് രേവതി പറയുന്നുണ്ട്. ആ ഒരു സമയത്താണ് വർഷ അങ്ങോട്ടേക്ക് പറയുന്നത് കേട്ടോ. വർഷ വന്നിട്ട് പറയേണ്ടത്, സച്ചേട്ടൻ്റെ സ്നേഹം കണ്ടില്ലേ, സച്ചേട്ടന് രേവതി ചേച്ചിയുടെ കെയറിങ് കണ്ടില്ലേ, എന്തായാലും വളരെയധികം സ്നേഹമുള്ളവനാണ് സച്ചേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുക വർഷയെന്ന് സച്ചി മറുപടി പറയുകയാണ് കേട്ടോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയും സച്ചിയുടെ ഫോൺ കൈക്കലാക്കണമെന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ അങ്ങോട്ടേക്ക് വരികയാണ് നമ്മുടെ ശ്രുതി. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.